പിന്നെ ഇതിൻ്റെ തുടർച്ചയിൽ വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ് വ അത്റാഫൻ നഹാരി ലഅല്ലക തർദ. വമിൻ ആനാഇൽ ലൈൽ, എന്താ വമിൻ ആനാഇൽ ലൈൽ? മിൻ ആനായിൽ നിന്ന് വമിൻ സഅാത്തിൽ ലൈൽ, രാത്രിയിലെ സമയങ്ങളിൽ. ആന എന്ന് പറഞ്ഞാൽ അതാണ്, ആന എന്ന് പറഞ്ഞാൽ സമയങ്ങൾ. അതിൻ്റെ ഏകവചനം അനാ ഉൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അനാ ഉൻ അല്ലെങ്കിൽ ഇൻയുൻ, ഇൻവുൻ, ഇനൻ, ഇങ്ങനെയൊക്കെ അതിൻ്റെ ഏകവചനം. ഇനൻ, ഇൻയൂൻ, ഇൻയൂൻ, അനാ ഉൻ, അതിൻ്റെയൊക്കെ ഇതാണ് ആന. ആന എന്ന് പറഞ്ഞാൽ സഅാത്ത്, ഔഖാത്ത്, സമയങ്ങൾ. വമിൻ ആന ഇല്ലയിൽ, രാത്രിയിലെ സമയങ്ങളിൽ നിന്നും ഫസബ്യഹ്, എന്താ ഫസബ്യഹ്, ആ സമയങ്ങളിലും ഇതേപോലെ എന്ത് ചെയ്യുക, റബ്ബിനുള്ള ഹംദ് നിർവഹിച്ചിട്ട് സബ്യഹ്, നിസ്കരിക്കാനാണ് അല്ലെങ്കിൽ തസ്ബീഹ് നിർവഹിക്കാനാണ്. രാത്രിയിലെ സമയങ്ങളിൽ ഫസബ്ബിഹ് എന്ന് പറഞ്ഞാൽ ഫസല്ലി, നിസ്കരിക്കുക. വ അത്റാഫൻ നഹാർ, അത്റാഫൻ നഹാർ പകലിൻ്റെ അറ്റങ്ങൾ, അത്റാഫ് പകലിൻ്റെ അറ്റങ്ങൾ. ഇവിടെ ഉദ്ദേശിച്ചത് ആനാഇൽ ലൈലിൻ്റെ നേരെ വിപരീതമായിട്ടാണ് അത്റാഫുൻ നഹാർ, രാത്രിയിലെ സമയങ്ങളിലും പകലിലെ സമയങ്ങളിലും എന്നാണ്. പക്ഷെ ഇവിടെ ഈ അത്റാഫുൻ നഹാർ എന്നുള്ളത് പ്രയോഗം ഇതിനെതിരിൽ ആനായിന് പകരം ഇവിടെ ഇതിങ്ങനെ പ്രയോഗിച്ചത് കൊണ്ടാണ്. പകലിൻ്റെ രണ്ടറ്റങ്ങൾ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. തൊറഫൈൻ നഹാർ, പകലിൻ്റെ രണ്ടറ്റങ്ങൾ. ഈ സുബൈസ്കാരവും അസർസ്കാരം തന്നെയാണ് അവിടെയും ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒക്കെ പണ്ഡിതന്മാരുടെ തഫ്സീറുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, രാവിൻ്റെ സമയങ്ങളിലും പകലിലെ സമയങ്ങളിലും തസ്ബീഹ് നിർവഹിക്കാനാണ്. ലഅല്ലക തർദ, എന്താ ലഅല്ലക തർദ എന്ന് പറഞ്ഞാൽ ആയേക്കാന്നാണ്. ലഅല്ലക, താങ്കൾ ആയേക്കാം, തർദ എന്ന് പറഞ്ഞാൽ താങ്കൾ തൃപ്തിപ്പെടും എന്നാണ്, തൃപ്തിപ്പെടും. അവിടെ ലഅല്ല എന്ന് പറഞ്ഞാൽ ആയേക്കാന്നല്ല അർത്ഥം, പിന്നെ ആകും എന്നാണ്. ലഅല്ലക തർദ എന്ന് പറഞ്ഞാൽ താങ്കൾ തൃപ്തിപ്പെടും. തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ, റിള നേടുകയാണ് അല്ലേ. ഒരാൾ റിളയുള്ളവനാകുക എന്ന് പറഞ്ഞാൽ, തൃപ്തിയുള്ളവനാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് താൻ ആഗ്രഹിക്കുന്നതൊക്കെ നേടി ഖനാഅത്തല്ലേ അല്ല അതുകൊണ്ട് ഉദ്ദേശം. പിന്നെ നമുക്ക് എന്തില്ല നേടാൻ, അതിനപ്പുറം മറ്റൊരു കാര്യമല്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയും ഹൽ റദീതും, നിങ്ങൾ തൃപ്തിപ്പെട്ടവൻ ചോദിക്കും. അപ്പോൾ സ്വർഗവാസികൾ പറയും മാ ലനാ ലാ നർള, ഞങ്ങൾ തൃപ്തിപ്പെടാതിരിക്കാൻ എന്താ, ഈ സ്വർഗീയ അനുഗ്രഹങ്ങൾ മുഴുവൻ പഠിച്ചവനെ നീ ഞങ്ങൾക്ക് തന്നതിന് ശേഷം മാ ലനാ ലാ നർള, ഞങ്ങൾ ഇനി എന്താ തൃപ്തിപ്പെടാതിരിക്കാൻ. അപ്പോൾ പറയാണ് നിങ്ങൾക്ക് ഇനിയും ഉണ്ട് എന്ന് പറയാണ്, ഇനിയുണ്ടെന്ന് പറയാം. അപ്പോൾ എന്താണ്, ഉഹില്ലു അലൈക്കും റിദ്വാനി ഫലാ അസ്ഖതു ബഅദഹു അബദൻ എന്നാണ്. എൻ്റെ തൃപ്തി റിദ്വാൻ, അത് ഞാൻ നിങ്ങളിലിത് അവതരിപ്പിക്കുന്നു, അതിനുശേഷം ഞാൻ ഒരിക്കലും നിങ്ങളോട് ദേഷ്യപ്പെടില്ല. ഇനി ഒരിക്കലും ദേഷ്യമല്ല, കോപമല്ല, എൻ്റെ തൃപ്തി ഞാൻ നിങ്ങളിൽ ഇത് അവതരിപ്പിക്കുന്നു. നോക്കി നിങ്ങൾ, അപ്പോൾ എന്തായി, ഏറ്റവും മികവ്, അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുന്ന മികവിലായി അള്ളാൻ്റെ തൃപ്തി വീണതോടുകൂടി. അതുകൊണ്ടാണ് ഒരു റിദ്വാനും മിനല്ലാഹി അക്ബർ എന്ന് പറഞ്ഞത്. അള്ളാഹുവിൽ നിന്നുള്ള റിദ്വാനാണെന്ത് ഏറ്റവും അക്ബർ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് റിദൻ്റെ പ്രത്യേകത. നമ്മൾ അഭിലഷിക്കുന്നത് എന്തോ അത് പൂർണ്ണ അളവിൽ കിട്ടുക എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ ഇവിടെ നോക്കി, പിന്നെ ലഅല്ലക തർദ എന്നാണ്. നമ്മൾ തൃപ്തി അടയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഭിലഷിക്കുന്നതെല്ലാം അതിൻ്റെ പൂർണ്ണ അളവിൽ നേടിയ മികവിലാകും എന്നുള്ളതാണ്. നമ്മൾ സൂറത്തു ദുഹാനെ കുറിച്ച് ക്ലാസ് എടുത്തില്ലേ, ദുഹ സൂറത്തിൻ്റെ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊല വലസൗഫ യുഅതീക റബ്ബുക ഫതർദ. വലസൗഫ യുഅതീക റബ്ബുക, താങ്കളുടെ റബ്ബ് താങ്കൾക്ക് നൽകും. ഫതർദ എന്നാണ്. താങ്കൾ തൃപ്തിപ്പെടും. താങ്കൾ തൃപ്തിപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ താങ്കളുടെ ആഗ്രഹങ്ങളും സാധിച്ച നിറവിലാകും എന്നുള്ളതാണ് അവിടെ. അതിൽ ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസിൽ നിന്ന് അബൂ ദാവൂദ് തയാലിസി നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഉരിദത് അലയ്യ മാ ഹുവ മഫ്തൂഹുൻ ലി ഉമ്മത്തി ബഅദി, എൻ്റെ കാലശേഷം ഉമ്മത്തികൾക്ക് വരാനിരിക്കുന്ന, വിജയിച്ച് ലഭിക്കാനിരിക്കുന്ന യുദ്ധാർജിത സ്വത്തുക്കൾ, വിഭവങ്ങൾ, അതൊക്കെ റസൂലുള്ളാഹി കാണിക്കപ്പെട്ടു എന്നാണ്. അതായത് റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം ഇനി ഉമ്മത്തികൾ നേടാനിരിക്കുന്നതായ അഭിവൃദ്ധികൾ യുദ്ധാർജിത സ്വത്തായിട്ട്. അപ്പോൾ റസൂലുള്ളാഹി അതിൽ വളരെ സന്തോഷിച്ചു എന്നാണ് അത് കണ്ടപ്പോൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയാണ് ആയത്ത് ഇറക്കിയത്. എന്തായത്ത്? ഈ രണ്ടായത്തുകൾ
വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല. ഈ കണ്ട ദുനിയാവുണ്ടല്ലോ അതിനേക്കാളൊക്കെ ആഖിറമാണ് താങ്കൾക്ക് ഏറ്റവും ഉത്തമം. വലസൗഫ യുഅതീക റബ്ബുക ഫതർള. വഴിയെ താങ്കൾക്ക് ആഖിറത്തിൽ അള്ളാഹു നിങ്ങൾക്ക് കനിയും. ഫതർള, അപ്പോൾ താങ്കൾ തൃപ്തി അടയും. റിള തർദാണ്, തൃപ്തി അടയും. ഹദീസിൽ കാണാം അള്ളാഹു സ്വർഗത്തിൽ റസൂലുള്ളാഹിക്ക് 1000 കൊട്ടാരങ്ങൾ, മിൻ ലുഉലുഇൻ, ഒറ്റ മുത്തിനാൽ തീർക്കപ്പെട്ട 1000 കൊട്ടാരങ്ങൾ. തുറാബുഹൽ മിസ്ക്, അതിലെ മണ്ണ് വരെ കസ്തൂരിയാണ് എന്നാണ്. ഫി കുല്ലി മിൻഹ മാ യംബഗി ലഹു എന്നാണ്. ഓരോ കൊട്ടാരത്തിലും എന്താണോ വേണ്ടത് അതെല്ലാം ഉണ്ട് എന്നാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന വജിവാർ റസൂലിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതാണ് അള്ളാഹു വലസൗഫ യുഅതീക റബ്ബുക ഫതർദ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രമാത്രം ഒരു സ്വർഗീയ അനുഗ്രഹങ്ങളിലായിരിക്കുമ്പോൾ പിന്നെ എന്തായിരിക്കും, ഇനി എന്തെങ്കിലും കിട്ടാണ്ടെന്ന് ആഗ്രഹിക്കുക. അതാണ്. ഏതായാലും അതാണ് തർദ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഓരോരുത്തരോടുമുള്ള അഭിസംബോധന തന്നെയാണ്. ലഅല്ലക തർദ. എന്താ വേണ്ടത് ഇതാണ്. ഫസ്ബിർ അലാ മാ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക് ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹ. പിന്നെ വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ് വഅത്റാഫൻ നഹാർ.